ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആണാണോ പെണ്ണാണോ ചോദിച്ചാൽ ഈ വീഡിയോ കാണുന്ന 100% പേരും പറയുന്നത് ആണാണ് എന്ന് തന്നെയായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഈ ഫോട്ടോയിൽ കാണുന്നത് പേച്ചി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഏകദേശം 36 വർഷമായി ഒരു സ്ത്രീ തൻ്റെ പേരും രൂപവും മാറ്റി ഈ രൂപത്തിൽ നടക്കാൻ ഒരു വലിയൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ് എന്നും അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SLDiaries. തമിഴ്നാട്ടിലുള്ള തൂത്തുക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് പേച്ചിയമ്മ ജനിക്കുന്നത്. പേച്ചിയമ്മ ജനിച്ച് പേച്ചിയമ്മയ്ക്ക് ഏകദേശം 20 വയസ്സായപ്പോൾ തന്നെ അവരുടെ വീട്ടുകാർ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയും, എന്നാൽ പേച്ചിയമ്മ തന്റെ ഭർത്താവിൻ്റെ കൂടെ വളരെയധികം സന്തോഷത്തോടെയായിരുന്നു ചില മാസങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചില മാസങ്ങൾക്ക് ശേഷം അവർ പ്രഗ്നന്റ് ആവുകയും ഭർത്താവ് ഒരു ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഭർത്താവിന്റെ മരണശേഷം അവളോട് വീണ്ടും ഒരു കല്യാണങ്ങൾ കഴിക്കാൻ വേണ്ടി അവരുടെ വീട്ടുകാരായാലും അവളുടെ സുഹൃത്തുക്കളായാലും പറയുന്നുണ്ടായിരുന്നു. അവളുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു കുട്ടിയെ വളർത്തണമെന്നുള്ള ഒറ്റ ചിന്തയിൽ തന്നെയായിരുന്നു അവൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു കല്യാണത്തിനും അവൾ സമ്മതിക്കാതാവുകയും അവൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഗ്രാമത്തിന്റെ അടുത്തുണ്ടായിരുന്ന ടൗണിലേക്ക് അവൾ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ പോയി പല ജോലികൾ ചെയ്യുകയും ഏകദേശം 10 മാസത്തിന് ശേഷം അവൾക്കൊരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു. എന്നാൽ ആ കുട്ടിയെ വളർത്തണം എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ അവൾ പല ജോലികൾ അന്വേഷിച്ചെങ്കിലും അവസാനം അവൾക്ക് ഒരു ചിക്കൻ കടയിൽ അവൾക്ക് ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കടയിൽ 3 ഷിഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവളുടെ കുട്ടിയെ വളർത്താൻ വേണ്ടി അവൾക്ക് അതിന് പൈസ ആവശ്യമുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും, എന്നാൽ ഇവളൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്നവരായാലും അവിടെ വരുന്ന ആണുങ്ങളായാലും ഇവളുടെ അടുത്ത് അടക്കാൻ ശ്രമിക്കുകയും ഇവൾ അതൊന്നും വകവയ്ക്കാതെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം അവൾ ജോലി കഴിഞ്ഞ് രാത്രി അവളുടെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഒരു റോഡിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലോറി ഡ്രൈവർ അവളെ അടുത്ത് വന്ന് വണ്ടി നിർത്തുകയും അവളെ മോശമായ വാക്കുകൾ കൊണ്ട് വിളിക്കുകയും അതോടൊപ്പം അവളെ അവിടെ ഹറാസ് ചെയ്ത് വിടുകയുമാണ് ആ വ്യക്തി അവിടെ ചെയ്തത്. എന്നാൽ ഇതിനെല്ലാം ശേഷം അവൾ വീട്ടിൽ പോയി ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താൻ തൻ്റെ ഫാമിലിയിൽ നിന്ന് വെളിയിൽ വന്ന് സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് തൻ്റെ കുട്ടിയെ വളർത്തണമെന്ന് നോക്കുമ്പോൾ ഈ സൊസൈറ്റിയിലുള്ള ആണുങ്ങൾ തന്നോട് ഇങ്ങനെയുള്ള രീതിയിലാണ് പെരുമാറുന്നതെന്ന് ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ ദിവസം തന്നെ അവളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് മൊട്ടയടിക്കുകയും അന്ന് അവൾ ഉടുത്തുണ്ടായിരുന്ന സാരി മാറ്റുകയും മുണ്ടും ഷർട്ടും കൊടുക്കുകയും ഒരാൾ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത് മുതൽ ഏകദേശം ചെറിയ മാനറിസങ്ങൾ പോലും അതേപോലെ അവൾ കൊണ്ടുവരികയും അന്ന് തൊട്ട് അവളുടെ പേര് ഉൾപ്പെടെ മാറ്റുകയും അവളുടെ നാട്ടിൽ അവൾ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുകയും ടീ മാസ്റ്ററായും അതോടൊപ്പം പൊറോട്ട മാസ്റ്ററായും അവൾ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവൾ നാട്ടിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് മുത്തു മാസ്റ്റർ എന്നായിരുന്നു. ആദ്യമായി ആ വേഷം ധരിച്ച് ആരുടെ മുന്നിലാണ് പോയെന്ന് വെച്ചാൽ, അവൾ രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവളുടെ അടുത്ത് മോശമായി പെരുമാറി അതേ ലോറി ഡ്രൈവർ വരുന്നത് കണ്ടതും ആ വ്യക്തിയുടെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിക്കുന്ന പോലെ കൈ കാണിക്കുകയും ചെയ്തു. ആ വ്യക്തിയും വണ്ടി നിർത്തി ഈ കാലിൽ നടന്നു പോടോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഏകദേശം 36 വർഷമാണ് അവൾ ഇതേ വേഷവും ഇതേ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഗ്രാമത്തിലായാലും ആ നാട്ടിലായാലും ഒരു വ്യക്തിക്ക് പോലും ഇവൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ ഒരു സത്യം അറിയാവുന്ന കുറച്ച് പേരെ ആ നാട്ടിലുണ്ടായിരുന്നത്. അതിലൊരു മകളും ഇവളുടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു 5 പേർക്ക് മാത്രമായിരുന്നു ഈ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവരായിട്ടുണ്ടായിരുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും, ഇപ്പോൾ എന്തിനാണ് ഇത് വെളിപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ചെയ്തത് വെറും അവളുടെ മകൾക്ക് ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നു. കാരണം അവളൊരു സ്ത്രീ ആണെങ്കിൽ രാത്രി കാലത്ത് അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല, പല ഭാഗത്തും അവൾക്ക് ജോലി ചെയ്യാനേ സാധിച്ചിട്ടുണ്ടാവില്ല. അവളിങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ അവളുടെ മകളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കൊടുക്കുകയും അവളുടെ മകളുടെ കല്യാണം കഴിച്ച് കൊടുത്ത ശേഷമാണ് അവൾ ഇതിനോട് വെളിപ്പെടുത്തിയത്. അവർ ഇപ്പോൾ ഇത് വെളിപ്പെടുത്താനുള്ള ഇനിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അവളുടെ ആധാർ കാർഡിലായാലും റേഷൻ കാർഡിലായാലും ഐഡന്റിറ്റി കാർഡിലായാലും എല്ലാത്തിലും മുത്തു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗവൺമെന്റിന്റെ കയ്യിലുള്ള എല്ലാ രേഖകളിലും പേച്ചിയമ്മ എന്നുള്ളൊരു സ്ത്രീ തന്നെ ജീവനോട് തന്നെ ഇല്ല. അവർ ഇപ്പോൾ അത് വെളിപ്പെടുത്താനുള്ള ഇനിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഏകദേശം ഇപ്പോൾ 53ഓളം വയസ്സാവുകയും അതേപോലെ ജോലികൾ ചെയ്യാൻ സാധിക്കാതെ ഒരു ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.